wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സീരീസിൻ്റെ 3rd എപ്പിസോഡാണ് ഇന്ന്. നമുക്ക് ഇന്നൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയാലോ. ക്രിസ്മസ് ട്രീയുടെ സ്റ്റാൻഡാണിത്. ഈ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. അത് തന്നെ ഇതേപോലെ ഒരു കട്ടിയുള്ളൊരു തടിക്കഷ്ണമാണിത്. നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലൊക്കെ കാണും അല്ലേ. പിന്നെ ഇതേപോലൊരു PVC പൈപ്പും വേണം. ഞാൻ ഇത്രയും നീളത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഡെക്കറേറ്റിംഗ് തിങ്സിൻ്റെ അളവനുസരിച്ച് നമുക്ക് പൈപ്പിൻ്റെ നീളവും നമുക്ക് അതിനെ ഫിക്സ് ചെയ്യാം. പിന്നെ ഇതെങ്ങനെ നേരെ ഇരിക്കുന്നതെന്നായിരിക്കും ഇനി അടുത്തത്. അപ്പം ഞാൻ ആദ്യം ഇതിൻ്റെ അകത്ത് ഇതെനിക്കൊരു അങ്കിളാണ് ചെയ്ത് തന്നത്. ഇവിടെ നമ്മളൊരു നൂൽക്കമ്പിയാണ്. നൂൽക്കമ്പി നമ്മുടെ വീട്ടിലൊക്കെ കാണും അല്ലേ. ഇച്ചിരി നീളമുള്ള അതിന് അത്രയും മതി. കണ്ടപ്പോൾ തന്നെ ഇത് നേരെ ആയിരുന്നു നിൽക്കുന്നത്. ചെറിയൊരു നൂൽക്കമ്പി വെച്ചിട്ട് നമ്മളവിടെ ഒരു ഹാമർ വെച്ച് അവിടെ വന്ന് അടിച്ചുറപ്പിക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ ഹോൾ എന്തെങ്കിലും ഇപ്പം ആ അങ്കിളിൻ്റെ അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് വെച്ചാണ് എനിക്ക് ചെയ്ത് തന്നത്. എന്നിട്ടേ ഈ പൈപ്പ് അതിനകത്തോട്ട് ഇറക്കിയും വെച്ചു. നമ്മുടെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ട്രീയിലെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് നമ്മുടെ മണ്ടയ്ക്കത് ഭാഗം ആ ഒരു ട്രീയുടെ ഇലയൊക്കെ ഉള്ള ഭാഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇത് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ 2 ഷീറ്റ് പേപ്പർ നടുക്കൂടെ ഇവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചൊന്നും അറിയാൻ പാടുന്നില്ലല്ലേ. ഇതേപോലെ ഇതുപോലെ 2 ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബോർ ലെയർ, അപ്പോൾ 2 ലെയർ ഉണ്ടെങ്കിൽ ഇച്ചിരി കട്ടിയൊക്കെ വരത്തുള്ളൂ. അപ്പം അതുപോലെ നമുക്ക് ഈ നീളത്തിലും വേണം. അപ്പോൾ നീളത്തിൽ നമുക്ക് അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിയാണ് എന്നെ സഹായിക്കുന്നത്. ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഒന്ന് ഒട്ടിച്ചെടുത്താലോ. ഇത്രയും നീളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എനിക്ക് ആ ഒരു ചെറിയൊരു അളവിലുള്ള ഒരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് ചൂടെ സൈസ് അല്ല അളവ് വേണമെങ്കിൽ ചൂടെ പേപ്പർ ഒട്ടിച്ചെടുക്കാം. ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അളവിലാണ് എടുത്തത്. നമുക്ക് ഇതൊന്ന് നമ്മൾ ആ ഒരു മടക്കി എടുത്തിട്ട് നമുക്കൊരു സർക്കിളുണ്ട്. ഈ പാതിയാണ് വരച്ചെടുക്കേണ്ടത്. ഞാനൊരു പേനയും വെച്ച് അതൊന്ന് മാർക്ക് ചെയ്തെടുത്ത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഫോണ് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ആ സർക്കിളല്ല നമ്മൾ വെട്ടിയെടുത്ത് ഇതേപോലെ ഈ ഒരു ഷേപ്പ് തന്നെയാണ് നമ്മൾ ഷേപ്പിലൂടെയാണ് നമ്മൾ കോൺ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമ്മുടെ കോണ് നന്നായിട്ട് തന്നെ നമ്മൾ ഒട്ടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ഇച്ചിരി ഹോൾ ഇട്ട് വേണം കോണ് ചുരുട്ടിയെടുക്കാൻ. എന്നാലും നമ്മുടെ പൈപ്പിലോട്ട് ഇത് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഒരു ഗ്രീൻ ഡെക്കറേറ്റിംഗ് സ്ട്രിങ് നമുക്ക് ഇതിലേക്ക് ചുറ്റി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതായിട്ട് 3 എണ്ണമാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ വില വന്നിട്ട് 35 രൂപയാണ് കേട്ടോ. 40 രൂപയാണ്. പിന്നെ ആ ഒരു കടയിലെ പ്രൈസാണ് 35 രൂപ. ഇതാണ് സംഭവങ്ങൾ. എല്ലാം നല്ല രസമാണത് കാണാൻ. നല്ലൊരു ഗ്രീന് കളറാണ്. ഇതാണ് നമ്മുടെ ഇതിനകത്തോട്ട് നമ്മൾ ചുറ്റി കൊടുക്കാൻ പോകുന്നത്. മൊത്തം ചുറ്റിയെടുത്ത് ഇതിനകത്തോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ പൈപ്പിനകത്തോട്ട്. നമുക്ക് ഇതിൻ്റെ ഒരു തടി, ഇത്രയുള്ളൊരു തടിക്കകത്ത് നമുക്ക് ബ്രൗൺ പെയിൻറ്റ് നമുക്കൊന്ന് അടിച്ചെടുക്കാം. തടി നന്നായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു തടി നല്ല എഫക്റ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ബ്രഷ് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ തന്നെ ആയി വന്നോളും. നമുക്കൊന്ന് ഉണങ്ങട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ ട്രീ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഞാനാണെങ്കിൽ ഒരു കാര്യമൂടെ ചെയ്തിരുന്നു. ഈ ചിത്ര നീളം വേണ്ടായിരുന്നു. അപ്പോൾ തടിയാണ് കൂടുതൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ കുറച്ചങ്ങ് മാറ്റിയിട്ടാണ് പിന്നെ കളറൊക്കെ അടിച്ച് ഇതൊന്നുകൂടെ കയറ്റി വെച്ചത്. ഓക്കെ, ഇനി നമുക്കിതിലെ ഡെക്കറേഷൻസിലേക്ക് പോകാം. അപ്പോഴത്തേനും നമ്മുടെ തടി ഉണങ്ങും. ഇതേപോലത്തെ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് 50 രൂപയാണ് കേട്ടോ. കണ്ടോ, ഇതിനകത്ത് 6 ബോൾസാണുള്ളത്. നല്ല ഗ്ലിറ്ററി ബോൾസാണ്. ഇതിനെയൊക്കെ തൂക്കിയിട്ട് കൊടുക്കാം. നമുക്ക് ബോൾസൊക്കെ ഇട്ട് സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടോപ്പ് സ്റ്റാറാണ് വെക്കുന്നത്. സ്റ്റാറൊക്കെ വെച്ചു. അതുപോലെ തന്നെ ഞാനൊരു ബെല്ല് വാങ്ങിച്ചിരുന്നു.
ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയത്. ഇതുപോലൊരു സാൻഡേയും ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. താഴെ കുറച്ച് മഞ്ഞ ലുക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കി കുറച്ച് പഞ്ഞിയൊക്കെ ഇതുപോലെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള പെയിൻറ്റും അടിക്കാം കേട്ടോ. ഞാൻ നോക്കട്ടെ, ഇച്ചിരി ഭംഗിയാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമ്മുടെ LED ലൈറ്റൂടെ ഫിക്സ് ചെയ്ത് നമ്മുടെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മുടെ ഹോം മെയ്ഡ് ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് ഇതുപോലുള്ളൊരു നല്ലൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.